Hi everyone, I'm Susan. Welcome to my channel Healthy Yummy Bites. ഇന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ്. കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളതിനാൽ ഇത് വളരെ ഹെൽത്തിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ അരപ്പിനായി സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കഴുകി വൃത്തിയാക്കുക. 2 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കറിവേപ്പിലയും മിക്സിയിലിട്ട് നന്നായി ചതച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റിനായി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് തേച്ച് പിടിപ്പിക്കാം. അരപ്പും മസാലയും. ചിക്കനിലേക്ക് മസാല ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ. ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മസാല ചിക്കനിൽ ആഡ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കുന്നത് അതിൻ്റെ സ്വാദ് വളരെയധികം കൂട്ടുന്നു. ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായി തിരുമ്മി ചേർക്കാം. ചിക്കനിൽ മസാലയെല്ലാം നല്ലതായിട്ട് പിടിച്ചു വരട്ടെ. മസാലയെല്ലാം തേച്ച് ചിക്കൻ മിനിമം 1 മണിക്കൂറെങ്കിലും അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. കൂടുതൽ സമയം വെക്കുന്നത് അത്രയും നല്ലതാണ്. ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ പണിയുണ്ട്. മസാലപ്പൊടി റെഡിയാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 5 റെഡ് ചില്ലി, 4 ഏലക്ക, 2 കറുവപ്പട്ട കഷ്ണം, 1 വഴണ ഇല, 4 ഗ്രാമ്പൂ, 1 സ്റ്റാർ. പാൻ ചൂടാക്കി അതിലിട്ട് വറുത്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണ ഒഴിക്കേണ്ട, ചെറുതായി ചൂടാക്കി വറുത്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം നല്ലതായി ഇളക്കി അത് വറുത്തെടുക്കാം. വറുത്ത ശേഷം അത് തണുക്കാൻ വെക്കുക. വലിയ ചൂടോടെ മിക്സിയിലിടല്. മിക്സിയിലോട്ട് അതിൻ്റെ ചൂട് മാറിയ ശേഷം മാറ്റി പൊടിക്കുമ്പോൾ ചെറിയ തരുതരുപ്പായിട്ടുള്ള പൊടി മതി, ഫൈൻ പൗഡർ വേണ്ട. അടുത്തതായി നമുക്ക് 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറിലോ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു കടായി ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് വറക്കാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒണിയൻ നന്നായി വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് ഒണിയൻ്റെ കളറൊക്കെ നന്നായി മാറി നല്ല ഗോൾഡൻ ഫ്രൈ ആവുന്നിടം വരെ വഴറ്റാം. ഒരു 10 മിനിറ്റ് എടുക്കും അത് വഴറ്റിയെടുത്ത് വരാൻ വേണ്ടി. ഇത് കണ്ടോ, ഒണിയൻ്റെ കളറൊക്കെ മാറി നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1 മണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി എല്ലാ സൈഡും ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. 10 മിനിറ്റ് നേരം ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ 2 മിനിറ്റിലും ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മസാല അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ചിക്കനിൽ നിന്ന് ചെറുതായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആയി നമ്മുടെ ചിക്കൻ വേകാൻ തുടങ്ങിയിട്ട്. ഇനി അതിലേക്ക് മല്ലിയില കൊത്തി എറിഞ്ഞതിടാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച മസാല പൗഡർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കണം. ചിക്കൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം മീഡിയമിലാക്കി ചിക്കൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കണം. വറുത്ത് പൊടിച്ച മസാലയുടെ എല്ലാം കൂടെ ഉള്ള ഒരു മണം, നല്ല മണം അടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിനും ഉപ്പ് നോക്കി ഉപ്പ് ചേർക്കുന്നതിനും ഒക്കെ ഓർക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഒരു പിടി മല്ലിയിലയും കൂടെ ചേർക്കുന്നു. ഒന്ന് ഇളക്കി ചേർക്കാം. ഉപ്പ് നോക്കി പാകത്തിന് ചേർക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിടുന്നു. അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ചിക്കൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തു.
പാകത്തിന് ഗ്രേവിയുമുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് എണ്ണയിൽ മാത്രം ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റ് വളരെ ഹെൽത്തിയാണ്. അല്പം മല്ലിയില തൂകി അടച്ചു വെക്കാം. വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. നല്ല സ്പൈസി സോഫ്റ്റ് ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. ഇത് സെർവിങ് ബോളിലോട്ട് എടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് താഴെ എഴുതി അറിയിക്കുമല്ലോ. നിങ്ങളുടെ കമൻസും സപ്പോർട്ടും വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തീർച്ചയായും കമൻസും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം. ഇത് കണ്ടോ, എത്ര നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ചിക്കൻ റോസ്റ്റ്. കുറച്ച് മല്ലിയില മേളിൽ തൂകി ഡെക്കറേറ്റ് ചെയ്യാം. വീഡിയോയും റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. മറ്റൊരു ഹെൽത്തി വീഡിയോയുമായി ഉടനെ എത്തും. താങ്ക് യു ഫോർ വാച്ചിങ്.